ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത് വെച്ചാൽ പൊന്നൂസിനെ കുളിപ്പിക്കാൻ പോവാണ് ഗൈസ്. സാധാരണ ബാത്റൂമുകളിൽ ഇല്ലെങ്കിൽ പഴയ വീടുണ്ട് അവിടെ എന്നിട്ട് കുളിപ്പിക്കാറ്, ഇല്ലെങ്കിൽ അലക്കലിൻ്റെ മേലെ അങ്ങനെയൊക്കെയാണ് പൊന്നൂസിനെ കുളിപ്പിക്കാറ്. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു മഴയൊന്നുമില്ല, അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മേലെ വന്നിട്ട് പൊന്നൂസിനെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മൾ പൊന്നൂസിനെ കുളിപ്പിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് എടുക്കുന്നത് ഈ ഒരു ബ്രഷും ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലൗസുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹഗ് ആൻഡ് വാഗിൻ്റെ പ്രൊഫഷണൽ ഷാംപൂ ആണ്. ഇതിൽ വന്നിട്ട് വിറ്റാമിൻ B5 അടങ്ങിയിട്ടുണ്ട്. 4-in-1 എസെൻഷ്യൽ കെയർ ആയതുകൊണ്ട് തന്നെ ക്ലെൻസർ, മോയ്സ്ചറൈസർ, കണ്ടീഷണർ ആൻഡ് ഡിയോഡറൈസർ ആയിട്ടും യൂസ് ചെയ്യാം നമുക്ക് കേട്ടോ. ഓക്കെ ഗൈസ്, പൊന്നൂസ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കുളിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുളിക്കാൻ പോയാലോ? അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ പൊന്നൂസിനെ ഇരുത്തിയിരിക്കാൻ കേട്ടോ. എത്ര അച്ചടക്കത്തോടെ എൻ്റെ കുട്ടി ഇരിക്കുന്നത് നോക്കിക്കേ. അപ്പോൾ നമുക്ക് കലാപരിപാടി തുടങ്ങാം കേട്ടോ. നമ്മളങ്ങനെ ഷാമ്പു എടുത്ത് അതിലിട്ടിരിക്കുകയാണ്. ആവശ്യത്തിന് വേണ്ട ഷാമ്പുവും കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലിക്വിഡ് ഫോം ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ പൊന്നൂസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പൊന്നൂസിൻ്റെ അടുത്തേക്ക് പോയ സമയത്തായിരുന്നു ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. അവന് കുളിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഗൈസ്. വെള്ളം തുറക്കണ മുന്നേ അവൻ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് നിർത്തി നമ്മളങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അവനെ ഫുള്ള് വെള്ളം നനയാൻ അവന് തീരെ ഇഷ്ടമല്ല കേട്ടോ. എന്നാലും എൻ്റെ സ്വത്ത് ഒതുങ്ങിയിരുന്നേ എല്ലാവരും നല്ലോണം വൃത്തിയാക്കി മേത്ത ചളിയൊക്കെ തേച്ച് കഴുകി സുന്ദര കുട്ടനാവാൻ കേട്ടോ എൻ്റെ സ്വത്ത്. എന്നിട്ട് ഫുള്ള് നമ്മൾ ആ സോപ്പൊക്കെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കഴുകിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടി മേത്ത് ചളിയൊക്കെ പോയിട്ട് സുന്ദരനായിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഒരു കുടയിലുണ്ട് ഗൈസ് സ്കൂളിയൊക്കെ കഴിഞ്ഞിട്ട്. ആഹാ, അന്തസ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചൂട്ടിക്ക് വന്നു. പിന്നെ കുറച്ച് മേക്കപ്പൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു കോമ്പ് എടുത്തിട്ട് നന്നായിട്ട് ചീവി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലോണം ചീവി പേനൊക്കെ എടുത്ത് മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാക്കിയിട്ടോ. കുളി കഴിയുമ്പോൾ നമ്മുടെ പെറ്റ്സിന് ഒരുപാട് രോമം പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തേ. കുളിച്ചതല്ലേ എന്ന് കരുതി ഒന്ന് ഒരുങ്ങാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ കുട്ടി എൻ്റെ മടിയിൽ ഒതുങ്ങിയിരുന്ന് തീരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് പെർഫ്യൂമൊക്കെ അടിച്ചു, പൗഡറൊക്കെ ഇട്ട് സുന്ദരനാവാൻ പോവാണ് കേട്ടോ. 4 വയസ്സായി പറഞ്ഞാലും എൻ്റെ കോപ്രായത്തരത്തിനൊക്കെ എൻ്റെ കുട്ടി മിണ്ടാതിരുന്ന് തരും കേട്ടോ. അതുതന്നെയാണ് എനിക്ക് എൻ്റെ സ്വത്തിനെ ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള കാരണം. ഞാൻ പൊന്നാരിച്ചിട്ടാണോ എന്നറിയില്ല ഗായ്സ്, ഇവന് നല്ല വഷളായി വരുന്നുണ്ട്. എന്നാൽ എൻ്റെ കുട്ടി എൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങി